ഈയാനത്ത് സാംസ്കാരിക കൂട്ടായ്മ നാടകസന്ധ്യ സംഘടിപ്പിക്കുന്നു. 26 മുതൽ അടുത്ത മാസം 2 വരെ തഴവ അമ്പലമുക്കിന് സമീപമാണ് നാടകസന്ധ്യ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈയാനത്ത് സാംസ്കാരിക കൂട്ടായ്മയാണ് 26 മുതൽ അടുത്ത മാസം 2 വരെ തഴവ അമ്പലമുക്കിന് സമീപം നാടകസന്ധ്യ സംഘടിപ്പിക്കുന്നത്. വിവിധ സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾ കോർത്തിണക്കിയാണ് നാടകസന്ധ്യ അവതരിപ്പിക്കുന്നത്. 25 രാവിലെ 9 രക്ഷാധികാരി കൈതവനത്തറ ശങ്കരൻകുട്ടി പതാക ഉയർത്തും. വൈകിട്ട് 5:30 മുൻ മന്ത്രി ജി സുധാകരൻ നാടകസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് KPACയുടെ ഉമ്മാച്ചു നാടകം അരങ്ങേറും. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 2 വരെ തലവാടി 1943 രൂപം കൊണ്ട സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപം കൊണ്ട ഒരു കലാസാംസ്കാരിക സംഘടനയാണ് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ. ഈയാനത്ത് സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടന നമ്മുടെ പ്രദേശങ്ങളിലെ നിരവധി നൃത്തരെ സഹായിക്കുക, വിദ്യാഭ്യാസം ചെയ്യുന്നതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ കുട്ടികളെ അവരെ സഹായിക്കുക. ഞങ്ങളതൊരു വലിയ പബ്ലിസിറ്റി കൊടുത്ത് ഇത്ര പേർക്ക് കൊടുത്ത് എന്നല്ല, വളരെ രഹസ്യമാണ്. ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഈയാനത്ത് സാംസ്കാരിക കൂട്ടായ്മ. 27 കൊല്ലം അശ്വതി ഭാവനയുടെ അക്കരെ പെയ്ത മഴയും 28 വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ കാഴ്ച ബംഗ്ലാവും 29 വൈകിട്ട് കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ എന്ന നാടകവും അരങ്ങേറും. 30 അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ വാർത്തയും ഒക്ടോബർ 1 അടൂർ മാനസയുടെ നഗരക്കാക്കകളും 2 KPACയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുമാണ് നാടകസന്ധ്യയിൽ അരങ്ങേറുന്ന നാടകങ്ങൾ. 7 ദിവസങ്ങളിലായാണ് നാടകസന്ധ്യ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഈയാനത്ത് സുരേഷ്, K സോമചന്ദ്രൻ, പോണാൽ നന്ദകുമാർ, K മഹേഷൻ, ജയരാജ് തഴവ, PC സുനിൽ, രാജൻ പിള്ള എന്നിവർ അറിയിച്ചു. രണ്ടാമത്തെ ദിവസം നമ്മൾ നാടകത്തിന് മുമ്പ് 5:30 PR കർമ്മേൻ്റെ അനുസ്മരണം, അതേ തുടർന്ന് നാടകം, സിനിമ, സീരിയൽ ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സംവാദമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ അഡ്വക്കേറ്റ് മണിലാൽ, അനിൽ V നാഗേന്ദ്രൻ, പ്രശാന്ത് എന്നിവ തുടങ്ങിയ കലാമേഖലയ്ക്ക് അല്ലെങ്കിൽ നാടക മേഖലയ്ക്ക്, സിനിമ സീരിയൽ മേഖലയ്ക്ക് പ്രവർത്തിക്കുന്നവരാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.